ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. ഇനി അടുത്തത് വറ്റൽമുളക് ഇട്ടു കടുക് വറക്കാൻ. അത് മൂത്ത് വരുമ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ടു. തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പോൾ ഉള്ളി ഇടും. തേങ്ങ മൂത്ത് അടുത്തതായിട്ട് ചെറിയ ഉള്ളി, ഒരു സവാള ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. പച്ചമുളകും കൊച്ചുള്ളി സവാളയും ഇട്ട് നല്ലതുപോലെ വഴറ്റുക. അതിൻ്റെ കൂടെ തന്നെ സ്വല്പം ഉപ്പും കൂടെ ചേർത്താൽ സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. കറിവേപ്പില ഇട്ടു. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് താറാവ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂട്ടുകാരോട് ഇതുവരെ പറഞ്ഞില്ലായിരുന്നു, അത് സീക്രട്ടായിട്ട് ഞാൻ വെച്ചേക്കുമായിരുന്നു. നമുക്ക് അടുത്തതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇതിലോട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അതിനുശേഷം മസാലകൾ ചേർത്ത് എല്ലാം നല്ലതുപോലെ വഴറ്റി എടുത്ത് ഡക്ക് അതിലോട്ടിട്ട് കറിയാക്കി എടുക്കണം. നല്ലതുപോലെ വഴറ്റണം. വഴറ്റി നല്ല എണ്ണ കുറവുണ്ട്, അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു. മഞ്ഞപ്പൊടി ആദ്യമേ ഇട്ട് എണ്ണയിലിട്ട് ഇങ്ങനെ വഴറ്റി അതിൻ്റെ കുത്തലൊന്ന് മാറ്റിയെടുക്കണം. അതിനുശേഷം മുളക് പൊടി 3 സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി 1.5 സ്പൂൺ, വീട്ടിൽ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി 3/4 സ്പൂൺ. എല്ലാം കൂടി നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ചെടുക്കണം. മസാല മൂക്കുന്നതനുസരിച്ച് കറിക്ക് ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. മസാല നല്ല രീതിയിൽ മൂത്ത് അതിൻ്റെ മണം വരും, പച്ച മണം മാറി നല്ല മണം വരും. അപ്പോൾ കുറച്ച് തക്കാളി, ഞാൻ ഒരുപാട് കറികൾ, എൻ്റെ കറികളിലൊന്നും ഒരുപാട് തക്കാളി ചേർക്കാറില്ല. ഞാൻ ഒരു തക്കാളിയാണ് ചേർത്തത്. താറാവ് വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് കഴുകി വൃത്തിയാക്കി കുക്കറിൽ വെച്ച് 3 വിസിലടിച്ച് ഞാൻ വെച്ച്. ഇനി അത് ഓപ്പൺ ചെയ്ത് നമുക്ക് അതിൻ്റെ കുറച്ച് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി കൂടുതൽ വേണ്ടുന്നതിനാൽ ഞാൻ കുറച്ച് വെള്ളം വേറൊരു ചട്ടിയിൽ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിൽ ഒഴിക്കാൻ പോവുകയാണ്. ഈ താറാവിനെ ഇതിലോട്ടിട്ട് നല്ല രീതിയിൽ വേവിച്ച് കുറുകിയ ചാറോട് കൂടിയ താറാവ് കറി നമുക്ക് എടുക്കാം. സ്വല്പം കൂടെ ഗ്രേവി വേണം. അതിന് ഞാൻ കുക്കറിലോട്ട് തന്നെ കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കി തിളച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് നല്ല രീതിയിൽ അത് വേവിച്ച് നോക്കണം. താറാവ് വെന്തിട്ടില്ല, ചൂടുവെള്ളമാണേ ഒഴിച്ച് ഗ്രേവി നല്ല രീതിയിൽ ഇളക്കി അടച്ച് നമുക്ക് വയ്ക്കാം. തിളച്ച് 3/4 ഭാഗം വെന്ത് കഴിയുമ്പോൾ ഗരം മസാലയും വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി വാങ്ങി വയ്ക്കാം. ഇതാണ് ഇന്നത്തെ ഡിന്നറിൻ്റെ കറി. അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് ആദ്യം ഫുൾ തീയിൽ വെച്ച് എടുക്കണം. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ കുറഞ്ഞ തീയിൽ വെച്ച് വേവിച്ച് വറ്റിച്ചെടുക്കണം. കറി റെഡിയാകാറായി. അതിൻ്റെ ഉപ്പും എരിയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഗരം മസാല പൊടി വീട്ടിൽ വറുത്ത് പൊടിച്ചത്, ഉപ്പും കുരുമുളക് പൊടിയും കുറിച്ച് ആഡ് ചെയ്യണം. നമുക്ക് ഇതിൽ വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. നമ്മൾ പക്ഷേ ഇതിൽ തേങ്ങാപ്പാലൊന്നും ചേർത്തിട്ടില്ല. നമുക്കിതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാൻ പോകണം. സ്വാദിഷ്ടമായ താറാവ് കറി റെഡി. അപ്പം സ്വാദിഷ്ടമായ ഇതിൻ്റെ കൂടെ കഴിക്കാൻ അപ്പം. നമ്മുടെ വീട്ടിൽ താറാവ് കറി ഉള്ളത് കൊണ്ട് വൈകിട്ട് ഈസ്റ്റേൺ പാലപ്പമാണ് ഉണ്ടാക്കുക. സ്വാദിഷ്ടമായ പാലപ്പം റെഡി. അതിൻ്റെ കൂടെ താറാവ് കറി റെഡി. അപ്പം താറാവ് കറി.